പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിന്റെ വില എന്താണ്, ബാഗിന്റെയോ? നോക്കിയേ, ഒന്നും കൂടി വായിക്കാം. പ്രിയ 1100 രൂപക്ക് എന്ത് ചെയ്തു? ഒരു ബാഗും ഒരു ചെരുപ്പും വാങ്ങി അല്ലേ? എത്രയാ? ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അപ്പൊ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ചെരുപ്പിന്റെയും ബാഗിന്റെയും വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ചെരുപ്പിന്റെ വില x ആയിട്ട് എടുക്കാം. ചെരുപ്പിന്റെ വില x ആയിട്ട് എടുക്കാം. അപ്പൊ നോക്കിയ കണ്ടീഷൻ നോക്കിയേ, ചെരുപ്പിന്റെ വില x ആണ്, ബാഗിന്റെ വിലയോ ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ് അല്ലേ? അപ്പൊ ബാഗിന്റെ വില എങ്ങനെ എടുക്കാം? ബാഗിന്റെ വില സമം ചെരുപ്പിന്റെ വിലയേക്കാൾ 300 രൂപ കൂടുതൽ. അപ്പൊ ചെരുപ്പിന്റെ വില എന്നത് x ആണ്. അപ്പൊ x പ്ലസ് 300. മനസ്സിലായില്ലേ? ഇനി എന്താ, ഇത് രണ്ടും കൂടിയിട്ട് എത്രയാ കിട്ടിയത്? എത്രയായത്? 1100. അപ്പൊ എന്ത് ചെയ്താ? ആകെ വില എന്ന് പറയുന്നത് എത്രയാണ്? ആകെ വില എന്ന് പറയുന്നത് 1100. ഏതൊക്കെ ചേർന്നാണ്? ചെരുപ്പിന്റെ വിലയും ബാഗിന്റെ വിലയും ചേർന്നതാണ് ഈ 1100. ചെരുപ്പിന്റെ വില എത്രയാണ്? x പ്ലസ് ബാഗിന്റെ വില x പ്ലസ് 300 സമം എത്ര കിട്ടി? 1100 അല്ലേ? ഇവിടെ നോക്കിയേ, എക്സും എക്സും കൂട്ടിയാൽ 2x പ്ലസ് 300 സമം 1100. 2x ഇവിടെ നോക്കിയേ പ്ലസ് 300, ഇത് പ്ലസ് 300 ആണ്. അത് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? സമത്തിനപ്പുറം പോകുമ്പോൾ അത് മൈനസ് ആയി മാറും, ചിഹ്നം ചേഞ്ച് ചെയ്യും. അപ്പോൾ 2x സമം 1100 മൈനസ് 300 എത്ര കിട്ടും? നോക്കിയേ, 1100 300 മൈനസ് ചെയ്താൽ നോക്കിയേ, 0 ന് 0 കുറച്ച 0, ഈ 0 ൽ നിന്ന് ഈ 0 കുറച്ച 0, 11 ന് 3 പോയാൽ എത്രയാ? 8. അപ്പൊ ഉത്തരം കിട്ടി 800. അപ്പൊ 2x സമം എത്രയാണ്? 800. അപ്പൊ x എത്രയായിരിക്കും? 800ന്റെ പകുതി. 800ന്റെ പകുതി എത്ര? 400. അല്ലെങ്കിൽ ഇവിടെ 2x എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം x ആണ്. അപ്പൊ ഈ x 2 അപ്പുറം എന്ത് ചെയ്യും? ഹരിക്കണം x ആയി മാറും, ഹരിക്കണം 2 ആയി മാറും. അപ്പൊ 800/2. മനസ്സിലായില്ലേ? 800ന്റെ പകുതി എത്രയാണ്? 400. അപ്പൊ ചെരുപ്പിന്റെ വില കിട്ടിയല്ലേ? ചെരുപ്പിന്റെ വില എത്രയാ? ചെരുപ്പിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 400 എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ബാഗിന്റെ വില. ബാഗിന്റെ വില സമം നമുക്കറിയാം x പ്ലസ് 300 ആണ്. x എത്രയാണ് ഇവിടെ കിട്ടിയത്? നോക്കിയേ, x 400 ആണ് കിട്ടിയത്. അപ്പൊ xന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 400 കൊടുക്കുക. അപ്പൊ 400 പ്ലസ് 300 സമം എത്രയാണ്? 700. മനസ്സിലായില്ലേ? അപ്പൊ ബാഗിന്റെ വില എത്രയാണ്? 700. ഒന്നും കൂടി പറഞ്ഞുതരാം. ഇവിടെ ബാഗും ചെരുപ്പും വാങ്ങി എത്ര രൂപയായി? 1100 രൂപയായി. എന്താ കണ്ടീഷൻ എന്നത്? ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ് അല്ലേ? അപ്പൊ ബാഗിന്റെയും ചെരുപ്പിന്റെ വിലയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചെരുപ്പിന്റെ വില നമ്മൾ x ആയിട്ട് എടുത്തു. ബാഗിന്റെ വില എന്ന് പറയുന്നത് ചെരുപ്പിനേക്കാൾ 300 കൂടുതലായതുകൊണ്ട് x പ്ലസ് 300. ഇനി നോക്കിയേ, ആകെ വില നമുക്കറിയാം 1100 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആകെ വില എന്ന് പറഞ്ഞാൽ ഇതും ഇതും കൂട്ടിയതായിരിക്കൂലേ? അപ്പൊ x പ്ലസ് 300 സമം 1100. നോക്കിയേ, x കൂട്ടിയ എത്ര? 2x. 2x സമം 300 2x പ്ലസ് 300 സമം എത്രയാ? 1100. ഇനി നോക്കിയേ, ഇവിടെ പ്ലസ് 300 ആണ് അല്ലേ? അത് ഈ സമത്തിന് അപ്പുറം പോകുമ്പോൾ എന്ത് ചെയ്യത്? മൈനസ് 300 ആയി മാറും. അപ്പൊ 2x സമം 1100 മൈനസ് 300. ഇനി നോക്കിയേ, 1100 300 പോയാൽ എത്രയാണ്? 800 അല്ലേ? അല്ലെങ്കിൽ 800. അപ്പൊ 2x സമം 800. 800ന്റെ പകുതി എത്രയാണ്? 400. 2x എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? 2 ഗുണിക്കണം x എന്നാണ്. അപ്പൊ ഈ 2 സമത്തിനപ്പുറം പോകുമ്പോൾ ഹരിക്കണം എന്നായി മാറും. 800 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ 400. ഇനി നോക്കിയേ, ചെരുപ്പിന്റെ വില 400 എന്ന് കിട്ടിയില്ലേ? ഇനി ബാഗിന്റെ വില കണ്ടുപിടിക്കണ്ടേ? ബാഗിന്റെ വില എന്താ പറഞ്ഞത്? x പ്ലസ് 300 അല്ലേ? ചെരുപ്പിനേക്കാളും 300 കൂടുതലാണ്. ചെരുപ്പ് 400 അല്ലേ?
അപ്പോൾ 400 300 കൂടുതലാണ് 400 കൂട്ടണം 300 അല്ലേ എക്സ് 400 കിട്ടി അതിനൊപ്പം 300 കൂട്ടിയിട്ടാകുമ്പോൾ എത്രയായി 700. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ട് സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. രണ്ട് സംഖ്യകളുടെ തുക എത്രയാണ്? 26. അവ തമ്മിലുള്ള വ്യത്യാസം 4. സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യ എന്തായിട്ട് എടുക്കാം? ആദ്യത്തെ സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. ആദ്യത്തെ സംഖ്യ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. രണ്ടാമത്തെ സംഖ്യയോ? രണ്ടാമത്തെ സംഖ്യ സമം വൈ ആയിട്ട് എടുത്തു അല്ലേ? ആദ്യം നമുക്ക് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, രണ്ടാമത്തെ സംഖ്യ വൈ ആയിട്ട് എടുത്തു. ഇനി കണ്ടീഷൻ നോക്കാം. രണ്ട് സംഖ്യകളുടെ തുക എത്രയാണ്? 26. അപ്പൊ എന്താ എഴുതേണ്ടത്? രണ്ട് സംഖ്യകളുടെ തുക. രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26. അപ്പൊ രണ്ട് സംഖ്യ ഇതല്ലേ? അപ്പൊ എക്സ് പ്ലസ് വൈ സമം 26. ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. അടുത്ത എന്താ കണ്ടീഷൻ? ആ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ്? 4 അല്ലേ? അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താ? കുറക്കുക ചെയ്യുന്നത്. അപ്പോൾ എക്സ് മൈനസ് വൈ സമം എത്രയാണ്? 4. ഇക്വേഷൻ 2 ആയിട്ട്. ഇവിടെ നോക്കിയേ, ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ 0 ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയാൽ നമുക്ക് എക്സ് 0 ആക്കിയാൽ എന്ത് കിട്ടും? വൈ കിട്ടും. മനസ്സിലായില്ലേ? എക്സ് കുറച്ചാൽ വൈ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കിയേ, ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 കൊടുത്തു. എന്തുകൊണ്ടാണ് ഇവിടെ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഓർക്കുന്നത്? കാരണം ഇക്വേഷൻ 1ലാണ് ഇവിടെ വലിയ സംഖ്യയുള്ളത്. അതുകൊണ്ട് വലുതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചെറുത് കുറക്കാം. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26 26. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. അപ്പോൾ കുറച്ച് നോക്കിയാലോ? നോക്കിയേ, എക്സ് കുറച്ചാൽ 0. ഇവിടെ ഇത് പ്ലസ് വൈ ആണ്, ഇത് മൈനസ് വൈ ആണ്. വൈ മൈനസ് വൈ, വൈ മൈനസ് വൈ അല്ലേ? വൈ മൈനസ് വൈ. രണ്ട് മൈനസുകൾ ചേർന്നാൽ എന്തായി മാറും? പ്ലസ് ആയി മാറും. അപ്പൊ ഇതെങ്ങനെ വരും? വൈ പ്ലസ് വൈ സമം കിട്ടും 2y. മനസ്സിലായില്ലേ? അപ്പോൾ വൈ മൈനസ് വൈ എന്തായി മാറും? പ്ലസ് 2y ആയി മാറും അല്ലേ? ഇത് 26 4 പോയാൽ എത്രയാ? 26 മൈനസ് 4 22. മനസ്സിലായില്ലേ? 2y സമം അപ്പുറത്തേക്ക് 2y സമം എത്രയാണ് കിട്ടിയത്? 22. y സമം ഇവിടെ 2y എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം y എന്നാണ്. അപ്പോൾ ഗുണിക്കണം 2 എന്നുള്ളത് സമത്തിനപ്പുറം എന്തായി വരും? ഹരിക്കണം 2 ആയി മാറും. അപ്പോൾ 22 ഹരിക്കണം 2 സമം എത്ര കിട്ടും? 11 അല്ലേ? അപ്പോൾ ഒരു സംഖ്യ എത്രയാണ് കിട്ടി? 11. അത് ഏത് സംഖ്യയാണ്? രണ്ടാമത്തെ സംഖ്യ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സംഖ്യ y സമം എത്ര കിട്ടി? 11 കിട്ടി അല്ലേ? ഇനി ആദ്യത്തെ സംഖ്യയിൽ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ സംഖ്യ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കല്? ഇവിടെ ഈ ഒരു ഇക്വേഷൻ 1 ഇക്വേഷനിൽ 2 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഓക്കെ, ആദ്യത്തെ സംഖ്യ എക്സ് അല്ലേ? നമുക്ക് ഇക്വേഷൻ 1 എടുക്കാം. ഇക്വേഷൻ 1 എന്താ? എക്സ് പ്ലസ് വൈ സമം എന്താണ്? 26 അല്ലേ? നമുക്ക് എന്ത് കിട്ടി? വൈ കിട്ടി. അപ്പൊ എക്സ് പ്ലസ് വൈക്ക് പകരം എന്ത് കൊടുക്കുക? 11 കൊടുക്കുക. 11 സമം 26. ഇവിടെ പ്ലസ് എക്സ് അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സ് ആടെ വെച്ചിട്ട് ഈ പ്ലസ് 11 എന്ത് ചെയ്യുക? സമത്തിനപ്പുറം കൊണ്ടുപോവുക. അപ്പൊ പ്ലസ് 11 എന്തായി മാറും? മൈനസ് 11 ആയി മാറും. അപ്പൊ എക്സ് സമം 26 മൈനസ് 11
എത്ര കിട്ടും? എക്സ് സമം 15. എത്ര കിട്ടി? എക്സ് സമം 15. ഇനി വേണമെങ്കിൽ നോക്കിക്കോ, കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ശരിയാണോ എന്ന്. എന്താ ആദ്യത്തെ കണ്ടീഷൻ നോക്കിയേ? രണ്ട് സംഖ്യകളുടെ തുക 26 അല്ലേ? രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് വൈ സമം എത്ര കിട്ടണം? 26. നമുക്ക് എത്ര എക്സ് കിട്ടിയത്? എക്സ് എന്ന് പറഞ്ഞത് 15. 15 കൂട്ടണം വൈ എന്ന് പറഞ്ഞത് 11. 15ഉം 11ഉം കൂട്ടി എത്ര കിട്ടും? 26 കിട്ടും. അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. ഇവിടെ നോക്കിയാൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 4 അല്ലേ? എക്സ് എന്ന് പറഞ്ഞത് 15 അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ 15. അപ്പൊ 15 കുറക്കണം വൈ എന്ന് പറഞ്ഞാൽ 11. അപ്പൊ 15 നിന്ന് 11 കുറച്ച് എത്ര കിട്ടും? 4 കിട്ടും. അപ്പൊ കണ്ടീഷൻ ശരിയല്ലേ? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഒരു വശം എന്ന് പറയുന്നത് മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ വശത്തിന്റെ നീളമാണ് ഇവിടെ കണക്കാക്കാൻ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് ചതുരത്തിന്റെ ചുറ്റളവ്? ചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെയാ? ചതുരത്തിന്റെ ചുറ്റളവ് കാണാം. അതിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി അല്ലേ? ഇതാണ് ചതുരത്തിന്റെ ചുറ്റളവ്. ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. നോക്കിയേ, കണ്ടീഷൻ എന്താ? ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ചതുരത്തിന്റെ ഒരു വശം എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ചതുരത്തിന്റെ ഒരു വശം സമം എക്സ് ആണെങ്കിൽ മറ്റേ വശം എങ്ങനെയാണ്? 8 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പോ ചതുരത്തിന്റെ മറ്റേ വശം സമം എക്സ് പ്ലസ് 8. അപ്പോൾ ഈ വശവും ചേർന്നതാണ് എന്തെന്ന്? ചതുരത്തിന്റെ ചുറ്റളവ്. അപ്പോൾ ചതുരത്തിന്റെ ചുറ്റളവ് നമുക്കറിയാം എങ്ങനെയാ? ഒരു വശം നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. മറ്റേ വശം ഇതല്ലേ കൂടുതൽ, അപ്പൊ ഇത് എക്സ് പ്ലസ് 8 ആയിട്ട് എടുക്കുക. ഇത് എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ ഇതിനേക്കാളും 8 കൂടുതലാണ് മറ്റേ വശം. അപ്പൊ ഒരു വശം എക്സും മറ്റേ വശം എക്സ് പ്ലസ് 8ഉം. ഇതിന്റെ ചുറ്റളവാണ് എന്തെന്ന്? 40. അപ്പൊ എങ്ങനെ എഴുതുക? 2 ഗുണിക്കണം എക്സ് കൂട്ടണം എക്സ് പ്ലസ് 8 സമം 40. മനസ്സിലായോ? 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി. നമ്മൾ നീളം എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. വീതി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 8 ആയിട്ട് എടുത്തു. ഇതിന്റെ രണ്ടിന്റെ സമ്മാണ് ഈ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ 2x. ആദ്യം അകത്തെ ഈ ബ്രാക്കറ്റിന്റെ അകത്തെ കാര്യങ്ങൾ ചെയ്യാം. 2x പ്ലസ് 8 സമം എത്രയാണ്? 40. 2x അകത്തോട്ട് ഗുണിക്കാം. 2 ഗുണിക്കണം 2x എത്രയാ? 4x പ്ലസ് 2 ഗുണിക്കണം 8 എത്രയാണ്? 16 ഈസ് ഈക്വൽ ടു 40. ഇനി എന്ത് ചെയ്യണം? മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എക്സിന്റെ ടേം ഇവിടെ തന്നെ വെക്കുക. എന്നിട്ട് എക്സ് ഇല്ലാത്ത ടേം സമത്തിന് അപ്പുറം കൊണ്ടുപോവുക. അപ്പൊ എന്ത് വരും? 40 മൈനസ് 16. എത്രയാ 40 മൈനസ് 16? ചെയ്തു നോക്കിയേ. 10 6 കുറച്ചാല് 4, 3 1 കുറച്ചാല് 2, 24 സമം 24. അപ്പൊ 4x ഈക്വൽ ടു 24 ആണെങ്കിൽ x ഈക്വൽ ടു എത്രയായിരിക്കും? ഇത് 4 ഗുണിക്കണം x എന്നാണ് അർത്ഥം. അപ്പോ 4 അങ്ങോട്ട് പോകുമ്പോ ഡിവൈഡഡ് വരും. അപ്പൊ 24/4 സമം 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ചതുരത്തിന്റെ ഒരു വശം കിട്ടി അല്ലേ? ചതുരത്തിന്റെ ഒരു വശം കിട്ടി. ചതുരത്തിന്റെ ഒരു വശം കിട്ടിയില്ലേ? എത്രയാണ്? 6. അപ്പൊ ഇനി ചതുരത്തിന്റെ മറ്റേ വശം കണ്ടുപിടിച്ചൂടെ? എത്രയായിരിക്കും? എക്സ് എന്ന് പറയുന്നത് 6 കിട്ടി. അപ്പൊ 6 പ്ലസ് 8 സമം എത്രയാ? 14. മനസ്സിലായില്ലേ?
ഒന്നുകൂടി നോക്കാം. ചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് എത്രയാണ്? 40. അപ്പൊ നമുക്കറിയാം ചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി. എന്തുകൊണ്ട് ഈ 2 വരുന്നല്ലേ? 2 സൈഡ് ചതുരത്തിന് ഒരേപോലത്തെ 2 സൈഡുകളുണ്ട് 2 ഭാഗത്തും. അതുകൊണ്ടാണ് ഈ 2 കോമൺ ആയിട്ട് പുറത്തിടുന്നത്. 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി, അതൊന്നും 40 ആണ്. അതുകൊണ്ട് തന്നെ നീളം എത്രയാണ് നിർത്തുന്നോ? ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റത് എക്സിനേക്കാളും 8 കൂടുതലായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്തു? 2 ഗുണിക്കണം ഇത് തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ എഴുതി 2 ഗുണിക്കണം 2x പ്ലസ് 8 സമം 40. ഇനി നോക്കിയേ, 2x ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4x പ്ലസ് 2 ഗുണിക്കണം 8 16 സമം 40. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിന്റെ ടേം അവിടെ തന്നെ വെച്ചിട്ട് 16 അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം. അപ്പൊ എന്ത്? പ്ലസ് 16 എവിടെ ഉള്ളത്? ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോകുന്നത് എന്തായി മാറും? -16 മാറും. അപ്പൊ 40 16 കുറച്ചാൽ എത്രയാണ്? 24. ഇനി 4x എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം x എന്നാണ്. അപ്പോൾ 4 സമത്തിന് അപ്പുറം എന്ത് വരും? ഗുണിക്കണം 4 ഹരിക്കണം 4 മാറും. അപ്പൊ 24/4 സമം 6. അപ്പൊ ചതുരത്തിന്റെ ഒരു വശം കിട്ടി 6 ആണ്. അപ്പൊ മറ്റേ വശം എന്താ കണ്ടീഷൻ പറഞ്ഞത്? 8 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആ x പ്ലസ് 8, അപ്പൊ ആ എക്സിന്റെ അടുത്ത് 6 കൊടുത്തു, 8 കൂട്ടി 16 കിട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3. ഏതാണ് ഭിന്നസംഖ്യ? ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3. ഏതാണ് ഭിന്നസംഖ്യ? അപ്പൊ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുന്നത്. അംശവും ഛേദവും തന്നിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം? അംശം എന്ന് പറയുന്നത് x ആയിട്ട് എടുക്കാം. അംശം എന്ന് പറയുന്നത് x ആയിട്ട് എടുത്തു. അതേപോലെ തന്നെ ഛേദം എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? y ആയിട്ട് എടുത്തു. അപ്പൊ ഭിന്നസംഖ്യ ഏതായിരിക്കും? ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഭിന്നസംഖ്യ സമം x/y. ശരിയല്ലേ? അംശം അറിയില്ല, അതുകൊണ്ട് അംശം x ആയിട്ട് എടുത്തു, ഛേദം y ആയിട്ട് എടുത്തു, ഭിന്നസംഖ്യ x/y ആയിട്ട് എടുത്തു. ഇനി എന്താ കണ്ടീഷൻ നോക്കിയേ? അംശത്തിനോട് 1 കൂട്ടിയപ്പോൾ അല്ലേ? അംശത്തിനോട് 1 കൂട്ടിയപ്പോൾ 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ എന്ത് കിട്ടി നോക്കിയേ? 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ എന്തായിരിക്കും? എന്താ അംശം എന്നത്? x അല്ലേ? അപ്പൊ x കൂട്ടണം 1/y സമം എന്ത് കിട്ടിയെന്നാ പറയുന്നത്? 1/2 അല്ലേ? ഇനി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് ഈ 2 ഇവിടുത്തെ സംഖ്യകളെ കൊണ്ട് ഗുണിക്കണം, ഈ y-നെ ഇവിടുത്തെ സംഖ്യനെ കൊണ്ട് ഗുണിക്കണം. നോക്കിയേ, എങ്ങനെ കിട്ടും? 2 ഗുണിക്കണം x പ്ലസ് 1 സമം 1 ഗുണിക്കണം y. എന്ത് കിട്ടും? 2x 2 ഗുണിക്കണം x 2x പ്ലസ് 2 ഗുണിക്കണം 1 2 സമം y. പിന്നെ തിരിച്ചു എഴുതിക്കൂടെ? y സമം 2x പ്ലസ് 2. അപ്പൊ y എന്നത് നമുക്ക് കിട്ടി. ഇനി അടുത്ത എന്തായാലും ചെയ്യേണ്ടത്? അടുത്ത എന്താ? ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3 അല്ലേ? ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ എന്ത് കിട്ടി നോക്കാം? ഛേദം എന്താ? y അല്ലേ? നോക്കിക്കോ, x/y പ്ലസ് 1. അപ്പൊ y-യൊപ്പരാണ് 1 കൂട്ടുന്നത്. എന്താ കിട്ടിയത്? 1/3. ഈ 1/3 ആണ് ഛേദത്തിനോട് 1 കൂട്ടിയിട്ടാകുമ്പോൾ കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം?
നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുക. 3 ഗുണിക്കണം എക്സ് സമം 1 ഗുണിക്കണം y പ്ലസ് 1. ഇപ്പം എന്ത് കിട്ടും? 3x ഈക്വൽ ടു y പ്ലസ് 1 അല്ലേ? 3x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? y പ്ലസ് 1 എന്ന് കിട്ടി. 1 ഗുണിക്കണം y പ്ലസ് 1. ഇനി നോക്കിയേ, നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് y എന്തെന്നാ കിട്ടിയിട്ടുണ്ട്? 2x പ്ലസ് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 2x പ്ലസ് 2നെ നമ്മൾ എവിടെ കൊടുക്കണം? ഈ വൈയുടെ സ്ഥാനത്ത് കൊടുക്കുക. നോക്കിയേ, 3x സമം 2x പ്ലസ് 2 പിന്നെ ഈ പ്ലസ് 1 എന്ത് കിട്ടും? 3x സമം 2x പ്ലസ് 2ന്റെ ഒക്കെ 1 കൂട്ടിയാൽ എത്രയാണ്? 3. ഇനി എന്ത് ചെയ്യുക? എക്സിന്റെ ടേം അല്ല ഒരു ഭാഗത്തേക്ക് എടുക്കുക. അപ്പൊ 3x ഈ 2x പോസിറ്റീവ് സംഖ്യയാണ്, സമത്തിന് ഇപ്പം വരുമ്പോൾ എന്തായി മാറും? നെഗറ്റീവ് സംഖ്യയായി മാറും. അപ്പൊ -2x സമം എന്ത് കിട്ടും? 3 കിട്ടും. 3x 2x കുറച്ചാൽ എത്രയാ? x സമം 3. അപ്പൊ x സമം എന്ത് കിട്ടി? 3 കിട്ടി. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഭിന്നസംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. x 3 കിട്ടിയില്ലേ? അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ട് y ഈക്വൽ ടു 2 പ്ലസ് 2. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 3 കൊടുക്കുക. അപ്പൊ 2 ഗുണിക്കണം 3 പ്ലസ് 2 സമം 6 പ്ലസ് 2 സമം 8. അപ്പൊ എക്സും കിട്ടി വൈയും കിട്ടി. അപ്പൊ ഭിന്നസംഖ്യ ഏതായിരിക്കും? 3/8. മനസ്സിലായില്ലേ? ഇനി ഇത് ഇവിടെ എഴുതാൻ നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം, സ്ഥാനമില്ലാത്തതുകൊണ്ട്. 3/8. അപ്പോൾ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 3/8. ഒന്നുകൂടെ പറഞ്ഞുതരാം. അംശം x ആയിട്ട് എടുത്തു, ഛേദം y ആയി എടുത്തു. ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുത്തു? x/y എടുത്തു. പിന്നെ കണ്ടീഷൻ നമുക്ക് നോക്കാം. എന്താണ്? അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ എന്ത് കിട്ടിയെന്ന്? 1/2 കിട്ടി. അപ്പോൾ x + 1/y = 1/2. ഇനി എന്ത് ചെയ്തു? നമ്മ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് എന്ത് കിട്ടി? y = 2 + 2. അതേപോലെ ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ എന്ത് കിട്ടി? 1/3. അതുകൊണ്ട് y-യുടെ അടുത്ത് 1 കൂട്ടി. എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3 × x 3x = 1 × y + 1. എത്ര കിട്ടി? 1. ഇനിയോ 3x സമം y + 1 കിട്ടി. എക്സിന്റെ ടേമിൽ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ x പോസിറ്റീവ് ആണ്, സമത്തിന് ഇപ്പുറം വരുമ്പോൾ മൈനസ് ആയി മാറും. 3x - 2x = 3. 3x ന്ന് 2x പോയാൽ x = 3. അപ്പോൾ ഒരു അംശം കിട്ടി. എത്രയാണ്? 3 കിട്ടി. ഇനി y-യിലെ കണ്ടുപിടിക്കേണ്ടത്. ഈ y-യിലെ ഇത് ഇക്വേഷൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിൽ ആ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഈ 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഗുണിക്കണം 3 6 പ്ലസ് 2 8. അപ്പോൾ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 3/8. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ ക്വസ്റ്റ്യനെ കുറിച്ച് സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.